അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇലകളിൽ വരുന്ന കുരുടിപ്പ്. ഏറ്റവും കൂടുതൽ മുളകിലൊക്കെയാണ് നമ്മൾ കാണുക. അതിനുള്ള ഒരു സൂത്ര മരുന്നാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു മരുന്നാണ്. അതിനകത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് കാന്താരിയാണ്. ശരിക്ക് പച്ച കാന്താരിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ള കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിക്ക് മുമ്പ് ഉപയോഗിച്ച് നോക്കിയിട്ട് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട. ഒരു 2-3 ചുള വെളുത്തുള്ളി എടുക്കുക. ആ വെളുത്തുള്ളിയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് വേപ്പെണ്ണയാണ്. ഈ വേപ്പെണ്ണ നമ്മൾ ഇതിനകത്ത് ചേർക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഈ ഇതിൻ്റെ കൂടെ നമ്മൾ 5 ml വേപ്പെണ്ണ ചേർക്കണം. പിന്നെ ആ വേപ്പെണ്ണ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് സോപ്പ് ഏതെങ്കിലും ലിക്വിഡ് സോപ്പും നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇലകളുടെ അടിഭാഗത്താണ് ശരിക്കും സ്പ്രേ ചെയ്യേണ്ടത്. അതിന് വലിയ സ്പ്രേയർ ഉണ്ടായാലേ നമുക്കത് സാധിക്കുള്ളൂ. മറ്റ് ചെറിയ സ്പ്രേയർ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വലിയ സ്പ്രേയറിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ചെയ്യാം. ആ പൈപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആ പൈപ്പ് ഇങ്ങനെ മേപ്പോട്ട് തിരിച്ചു പിടിച്ചാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അടിച്ച് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മിക്സിയിൽ വെച്ച് ഒന്ന് അടിക്കുന്നുണ്ട്. അടിച്ച് നമ്മൾ അരിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അരിച്ച് നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഒരാഴ്ചയൊക്കെ വരെ ഇരുന്നാലും ഇതിന് യാതൊരു കേടും വരില്ല. നമ്മൾ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുക്കണം. കാരണം അതിൻ്റെ മുട്ടകൾ അതിൻ്റെ അടിയിൽ അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വിരിഞ്ഞ് വരുമ്പോൾ അതും കൂടി ചത്തുപോയാലേ നമുക്ക് ആ ഒരു ഫലപ്രദമായിട്ട് അത് പോയിന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം അടിച്ച് വീണ്ടും ഒരു 7 ദിവസം കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി അടിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ സ്പ്രെയർ. അപ്പോൾ ഈ സ്പ്രെയറിലേക്ക് നമ്മളൊരു 50 ml അടുത്ത്, ഇത് 16 ലിറ്റർ കൊള്ളുന്ന സ്പ്രെയറാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു 50 ml ഓളം ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 5 ml വെച്ച് 1 ലിറ്ററിന് നമ്മൾ വേപ്പെണ്ണ നമ്മൾ ചേർക്കണം. അതിൻ്റെ കൂടെ ആ വേപ്പെണ്ണനെ ലയിപ്പിക്കാനായിട്ട് നമ്മൾ ഈ സോപ്പ് ഡിഷ് വാഷ് ചേർക്കണം. ഇനി അതിൽ നമ്മൾ വെള്ളമൊഴിച്ച് ഈ കുറ്റി നിറച്ചിട്ട് നമ്മൾ അടിക്കണം. അപ്പോൾ നമ്മളിത് അടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ അടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള ചെടികൾക്കൊക്കെ അടിച്ചു കൊടുക്കണം. കാരണം അതിൻ്റെയൊക്കെ അടിയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അടിക്കുമ്പോൾ എല്ലാത്തിനും അടിക്കുക. അടുത്ത് നിൽക്കുന്നതിന് എല്ലാത്തിനും അടിക്കുമ്പോൾ ഇങ്ങനെ അടിഭാഗം ചേർത്ത് പിടിച്ചിട്ട് വേണം അടിക്കാനായിട്ട്. അടിഭാഗത്തുനിന്ന് വേണം അടിക്കാനായിട്ട്. ഇതിന് ഈ കാന്താരിയുടെയൊക്കെ ഭയങ്കര എരിവാണ്. ഇത്
പുളിയെന്നല്ലല്ലോ, എന്താ പറയുക, ഇതൊരു നാരമാണ്. ഈ നാരത്തുമ്പോൾ മുഴുവൻ ഈ സാധനം കയറിയിട്ടുണ്ട്. ഈ മുളകൾക്കൊക്കെ കഴിഞ്ഞ ആഴ്ച അടിച്ചതാണ്. അപ്പോൾ അത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അതിന് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തക്കാളിക്കും കഴിഞ്ഞ ആഴ്ച അടിച്ചതാണ്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഈ മുളകളൊക്കെ വളരെ ബെറ്ററായി. പിന്നെ ഈ മരുന്നുകൾ ഏത് അടിക്കുമ്പോൾ, മരുന്നുകൾ വളം, ഫോളിയാർ സ്പ്രേ ഇതെല്ലാം നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ രാവിലെ തന്നെ അടിക്കണം. അപ്പോൾ ഇതിൻ്റെ വളങ്ങൾ അടിക്കണമെങ്കിൽ ഇതിൻ്റെ സ്റ്റൊമാറ്റോ തുറക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വെയിൽ കാണുമ്പോൾ, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് അത് തുറക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ തുറക്കുന്ന സമയത്ത് ആ വളങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ അതുപോലെ തന്നെ ഈ മരുന്നുകളും ഒരു ചെറിയ രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഈ പ്രാണികളെല്ലാം മുട്ടയിടുന്ന, നീര് വെറ്റി കുടിക്കുന്ന പ്രാണികൾ വന്ന് ഒരിക്കൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് മാറുന്നതുകൊണ്ട് പിന്നെ അത് വന്ന് മുട്ടയിടില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു സൂര്യപ്രകാശം കിട്ടി തുടങ്ങുന്ന ആ സമയത്ത് ആണ് അത് അടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പുതിയനയൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ കുരുടിച്ചാൽ നിന്നിരുന്നത്, ആ പുതിയനയൊക്കെ ഇപ്പോൾ വളരെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക, 2 ആഴ്ച അടുപ്പിച്ച് നോക്കുക. ഈ മുളകിനെല്ലാം അതുപോലെ ചെറിയ രീതിയിൽ കുരുടിപ്പുണ്ടായിരുന്നു, തുടങ്ങിയതായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ബായ്.